Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചോ? Yes, ma'am. Ma'am. Prayer ചെയ്യട്ടെ ma'am. ചെയ്തോളൂ. Heavenly Father, as we start this day, we ask for your wisdom to guide our steps, bring clarity to our mind, and help us make the right decisions. Bless our efforts with success, and let your favor shine upon us. We trust in your plan and ask for your strength as we pursue our goals. In Jesus' name, Amen. Thank you. സെമിനാർ പ്രിപ്പയർ The goal of early childhood education should be activate the children's on natural desire to learn. Dr. Maria Madisari. Good afternoon, ma'am. Good afternoon, friends. Good afternoon. സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? പറഞ്ഞ ആളുകള്? Yes, ma'am. 4 പേരോടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? ശ്രുതി, ആതിര, പിന്നെ ആരായിരുന്നു? ലൗലി ഉണ്ടായിരുന്നല്ലേ? പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നില്ലേ? Asina. അസീന. ഓക്കെ ആണല്ലേ? Yes, ma'am. Okay, ma'am. ഓക്കെ. 14 ആരെങ്കിലും ഉണ്ടോ? 14th സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല 14th ബാച്ചിലെ? 14 ബാച്ചിലെ മാം ഞാൻ. പ്രാക്ടിക്കലിന് വന്നിട്ടുണ്ടായിരുന്നോ? പ്രാക്ടിക്കലിന് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, ഞാൻ സർജറി കഴിഞ്ഞിട്ടിരിക്കുവാണ്. അതെ അല്ലേ? എന്തായിരുന്നു? 3 സർജറി ഉണ്ടായിരുന്നു മാം. ഹെർണിയ കോംപ്ലിക്കേഷൻ ആയിട്ടിരിക്കുവായിരുന്നു. ഹെർണിയ പൊട്ടാറായിരുന്നു. പിന്നെ അഡിനോമയോസിസ് ഉണ്ടായിരുന്നു. അഡിനോമയോസിസ് പ്രശ്നമായിരുന്നു. പിന്നെ സ്റ്റെറിലൈസേഷൻ കൂടെ അങ്ങ് ചെയ്തു. 3 എണ്ണം കൂടെ ഒന്നിച്ച് ചെയ്തു. റെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുക, വരാൻ പറ്റില്ല. ഓക്കെ. 12 ആരെങ്കിലും ഉണ്ടോ? 12 ആരുമില്ല. മിസ് 14 ഞാനും ഉണ്ട്. വനജിട്ട് എപ്പോഴാ പോയിട്ട്? പ്രാക്ടിക്കല് കഴിഞ്ഞിട്ട് അത് അന്വേഷിക്കാനാണ് ചോദിച്ചത്. പ്രാക്ടിക്കല് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ 4:30 ആവാറായി. എല്ലാം കഴിയുമ്പോ 4 മണിക്ക് ശേഷം എല്ലാവരും ഇറങ്ങിയത്. എല്ലാവരും അതുവരെ തന്നെ ഇരുന്നു. ലാസ്റ്റ് സാറ് എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ക്യാമറയൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്തു. എന്തായാലും ഇഷ്ടപ്പെട്ടു അല്ലേ? എല്ലാവരും കാണാൻ പറ്റുമല്ലോ, അതാണ് കാരണം. ഒക്കെ ഇങ്ങനെ ഫോണിൽ കണ്ടിരിക്കല്ലേ. അപ്പൊ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും എല്ലാവരും കാണാൻ പറ്റിയത് ഒരു രസമായി. പിന്നെ സമയമൊന്നും നോക്കില്ല, ഇരുന്നിരുന്ന് സമയം വൈകിയത് അറിഞ്ഞില്ല. മെറ്റീരിയൽസ് എല്ലാവരും പരിചയപ്പെട്ടില്ലേ? എല്ലാ മെറ്റീരിയൽസും അറിയാൻ സാധിച്ചില്ലേ? പറ്റി എല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ഒരു വലിയ കാര്യം. എനിക്ക് നിങ്ങളുടെ കൂടെ അധികം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ല, സോറി കേട്ടോ. അത് കുഴപ്പമില്ല, മിസ്സിനെ കാണാൻ പറ്റില്ല, അതാണ് ഒരു വലിയ. എക്സാമിന്റെ ഇടയിലാണെങ്കിലും മിസ് വന്നല്ലോ, അതാണ് ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക്. ഞങ്ങളെ കാണാൻ വേണ്ടി വന്നല്ലോ. ഇനി നമുക്ക് കോൺവെക്കേഷൻ എന്ന ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ സംസാരിക്കാം കേട്ടോ. ഓക്കെ. ഞങ്ങൾക്ക് ഒരു ദിവസം മതിയായില്ല മാം. ഞങ്ങക്ക് അയ്യോ പോണ്ടാന്ന് പറഞ്ഞ പോലെ. പിന്നോട് ഷമിസ് പറഞ്ഞായിരുന്നു ഇവര് പോകില്ലെന്നാണ് തോന്നുന്നത് ശരി എന്ന് പറഞ്ഞായിരുന്നു ഷമിസ് ഞാൻ വന്നപ്പോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്തെന്ന് മനസ്സിലായി. അത്രയും നേരം ഇരുന്നല്ലോ. ഞങ്ങള് 5:30 ആയി മാം പോവോ? 5:30 ആയല്ലേ? അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇറങ്ങിയപ്പോഴാണോ 5:30 ആയത്, അല്ലെങ്കിൽ പറവൂരിന്ന് പോയതോ? ഇൻസ്റ്റിറ്റ്യൂഷനിൽ 5:30 ആയി. ഞങ്ങള് വീണ്ടും ഫോട്ടോസും എടുത്തിട്ട് മതിയാവണില്ല ഓരോരുത്തര്. പിന്നെ
ലാസ്റ്റ് ഹസ്ബൻഡ് ചീത്ത പറയേ എന്തത് ലാസ്റ്റ് എല്ലാരും പോയി കഴിഞ്ഞാലും പോയില്ലേന്ന് വെച്ചിട്ട് പിന്നെ ഇറങ്ങി പോകുന്നതാ. അതെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലെ? എല്ലാവരും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സെമിനാർ. ആ സെമിനാർ പ്രസന്റ് ചെയ്യാം കേട്ടോ. നമ്മള് കുറച്ചു കാര്യങ്ങൾ ഞാനത് നമ്മുടെ ഓൾവേറ്റിന്റെ 5 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കണ്ടേ? അത് പറഞ്ഞിട്ടില്ലല്ലോ? ആർക്കും സെമിനാർ പറഞ്ഞിട്ടുണ്ടോ അത്? ആ പോർഷൻ ഇല്ലല്ലോ? ഇല്ല. ആ ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സെമിനാറിലേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ മാം. ലവ്ലി എഴുതാൻ പറ്റിയില്ലല്ലോ, എന്ത് ചെയ്തു? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിന്റ് എടുത്തു. ആ അങ്ങനെ ചെയ്തല്ലേ? ചെയ്തു. ഓക്കെ. ഓക്കെ, അപ്പൊ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾവേ ടെഡ് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് ആണ്. ഹിസ് ആൻ അമേരിക്കൻ തിയറിസ്റ്റ്. അദ്ദേഹം എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനെ 5 ആസ്പെക്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മാനേജ്മെന്റ്, സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് സ്കൂള് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അന്നത്തെ ആദ്യത്തേത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആണ്. എന്താണ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. It refers to the social activity of work for which an organization is set up. In education, it means realization of the goals of education which have been set up by society. Educational administration has therefore to portray the aims of education to the educational workers so that they may scope the final product of education, the achievement of the pupils in the desired form and shape. എന്താണ് ഈ പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞോളൂ, അറിയാവുന്ന പറഞ്ഞോളൂ. നിർമ്മാണം എന്ന് പറയാം. പ്രൊഡക്ഷൻ നിർമ്മാണം. ഓക്കെ, നിർമ്മാണം, അതായത് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സാധനങ്ങൾ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്ന പ്രൊഡക്ഷൻ മെയിനായിട്ട്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെ? ഇപ്പൊ ഒരു സോപ്പ് ഫാക്ടറി നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. ഒരു സോപ്പ് ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോപ്പായിരിക്കും. സോപ്പായിരിക്കും അല്ലെ? അപ്പൊ ഒരു സ്കൂളിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുട്ടികൾ നല്ല അവിടുത്തെ സ്റ്റുഡൻസ് ആണ് പ്രൊഡക്ഷൻ. അവിടെയുള്ള സ്റ്റുഡൻസ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. സ്റ്റുഡൻസ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്കൂളിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ വർദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വാർത്തെടുക്കണമെങ്കിൽ എന്ത് വേണം? അതായത് നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കണം. പഠിപ്പിച്ചാൽ മാത്രം പോരാ, കുട്ടികളിൽ നല്ല സ്വഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കുന്നതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ തന്നെയാണ് അവിടെ ഉള്ള ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, കുട്ടികളുടെ സ്വഭാവവും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ, ഒരു സ്കൂൾ മാനേജ്മെന്റ് ആണെങ്കിൽ ആ സ്കൂൾ മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, അതുപോലെ തന്നെ
നല്ല രീതിയിൽ കുറെ പഠിച്ചിട്ട് കുറെ മാർക്ക് വാങ്ങിയിട്ട് മാത്രം കാര്യമില്ല അല്ലെ? ഉണ്ടോ? അങ്ങനെയായിട്ട് മാത്രം കാര്യമുണ്ടോ? സ്വഭാവവും നല്ലതായിരിക്കട്ടെ അല്ലെ? ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് നല്ലതായിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ വരുന്ന കാര്യമാണ് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സോപ്പ് ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ ആ സോപ്പിന്റെ നിർമ്മാണമാണ് അവിടെ നോക്കുന്നത് അല്ലെ? ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോപ്പാണ്. അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾ ഉണ്ടാകാം, മെഷീനുകൾ ഉണ്ടാകാം അല്ലെ? മുതലാളിമാരുണ്ടാവും അവിടെ. അങ്ങനെ കുറെ അധികം കണ്ടന്റുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് സോപ്പായിട്ട് വരുന്നത് അല്ലെ? കുറെ അധികം പേരുടെ അധ്വാനമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവും അവിടെ, മാനേജ്മെന്റ് ഉണ്ടാവും, പാരന്റ്സ് ഉണ്ടാകും, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവരുടെയൊക്കെ കോർഡിനേഷനോട് കൂടിയിട്ടാണ് ഒരു സ്റ്റുഡന്റ് നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ. അപ്പൊ ടീച്ചേഴ്സ് ശരിയായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതൊക്കെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ നേച്ചർ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈസി ആണ് കേട്ടോ അത്. നെക്സ്റ്റ് വൺ ആണ് അഷ്വറിംഗ് പബ്ലിക് യൂസ്. നോക്കാം. It means that the activity and the product of the efforts of the organization, the goals and services produced must be such that they are sufficient to the public and of use and benefit, because it is for this that the public has set up the organization. It is the business of educational administration to define the operations needed, to make them known and to promote them so that the final educational product is good for public use. എന്താണ് അഷ്വറിംഗ് പബ്ലിക് യൂസ് എന്ന് പറയുന്നത്? നമ്മൾ ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് പബ്ലിക് യൂസിനും കൂടിയുള്ളതായിരിക്കണം. ആ രീതിയിൽ വേണം കുട്ടികളെ. അതെ, യെസ്. ഓക്കെ. അഷ്വറിംഗ് പബ്ലിക് യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങൾക്ക് പ്രയോജനം ഉറപ്പുവരുത്തുക. അതായത് ഇപ്പൊ നമ്മള് പഠിപ്പിക്കുന്ന ഓരോ കുട്ടികളും, ആ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും എന്തിന്റെ അസറ്റ് ആണ്? സൊസൈറ്റിയുടെ അസറ്റ് ആണ് അല്ലെ? സമൂഹത്തിന്റെ സമ്പാദ്യമല്ലേ ഓരോ കുഞ്ഞുങ്ങളും അല്ലെ? നാളെയിലെ നല്ല പൗരന്മാരായിട്ട് വളർന്നു വരേണ്ടതാണ് എന്ത് ഓരോ കുഞ്ഞുങ്ങളും എന്ന് പറയുന്നത്. അപ്പോ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സമൂഹത്തിന് ഉപകാരപ്പെടണം. ഓക്കെ. അവിടെ ലഭിക്കുന്ന എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനും സമൂഹത്തിനും ഗുണകരമായിരിക്കണം. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആയിരിക്കണം? സമൂഹത്തിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും. ഒരു സ്റ്റുഡൻസിന്റെ ജീവിതത്തിനായാലും സമൂഹത്തിന്റെ വളർച്ചയ്ക്കായാലും ആ സ്റ്റുഡന്റ് പഠിക്കുന്ന കാര്യങ്ങള് ഉപയോഗത്തിൽ വരണം അല്ലെ? നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോ മറന്നു പോയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട് അല്ലെ? മനസ്സിൽ പോയിട്ടുണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ മറന്നു. നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലിരിക്കും. നന്നായിട്ട് പഠിച്ച കാര്യം, അതായത് നമ്മൾ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും, ഉറപ്പാണത്. നമ്മൾ അപ്ലൈ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ ഷുവർ ആയിട്ട് നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിന്നിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ബൈ ഹാർട്ട് ചെയ്ത് ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? മറന്നു പോയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അത് മറന്നു പോകുന്നത്? ബൈ ഹാർട്ട് ചെയ്ത കാര്യങ്ങള് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട്. അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മള് മറന്നു പോകുന്നത് അല്ലെ? അപ്പൊ നമ്മള് അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറുതെ ബൈഹാർട്ട് പഠിക്കൽ മാത്രമല്ല. നമ്മൾ എങ്ങനെയാണോ നമ്മൾ സ്വീകരിച്ച കാര്യം, അത് റിസീവ് ചെയ്ത കാര്യം നമ്മൾ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, അത് പ്രയോഗിക്കണം നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുക അല്ലെ? ശരിയാണോ ഞാൻ പറഞ്ഞത്? നമ്മളിപ്പോ സയൻസ് ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? വെള്ളം തിളയ്ക്കുന്നു അല്ലെ? ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാല് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാല് വെള്ളം തിളയ്ക്കും അല്ലെ? വെള്ളം തിളച്ചു കഴിഞ്ഞത് നീരാവിയായിട്ട് പോകും ഇല്ലേ? ഇതൊക്കെ പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സില്? ഓർക്കുന്നുണ്ടോ? ഇത് നമ്മള് പഠിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ പിക്ചറിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ അത് ഒരിക്കലും മറക്കില്ല. നമുക്ക് ആ തിയറി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും
എക്സാം പേപ്പറിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും അങ്ങനെയാണെന്നുള്ളൊരു അല്ലെ, അല്ലെങ്കിൽ വെറുതെ അത് അങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയായി എന്ന് പറഞ്ഞ് എന്നിട്ട് യാതൊരു കാര്യമില്ല, നമ്മൾ പെട്ടെന്ന് അത് മറന്നു പോകും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൂടുതൽ കാലം അല്ലെങ്കിൽ ദീർഘനാളത്തേക്ക് നമ്മുടെ ഓർമ്മയിൽ അത് സേവ് ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായാലും നമ്മൾ മറന്നു പോവില്ല അല്ലെ. നമുക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മളത് മറന്നു പോവില്ല. ഓക്കെ, 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഈ സോഷ്യൽ സയൻസിൽ നമ്മൾ മനുഷ്യന്റെ പരിണാമം പഠിക്കുമല്ലോ. അതില് ഓരോ പരിണാമത്തിനും ഓരോ പേരല്ല, ആസ്ട്രലോപിതേക്കസ്, പിതേക്കാന്ത്രോപ്പസ്, റെക്സ്, അങ്ങനെ പറയുന്ന പഠിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണല്ലോ. അപ്പൊ ഞങ്ങളത് പഠിക്കാൻ വേണ്ടിട്ട് വെച്ചാൽ ദേഷ്യം വരുമ്പോ ഫ്രണ്ട്സ് ആയിട്ട് വഴക്ക് കൂടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പേരെ വിളിക്കണത്. അപ്പൊ അങ്ങനെ അത് ബൈഹാർട്ട് ചെയ്ത് നല്ല രീതിയിൽ അത് ശരിക്കും ഇപ്പോഴും ഓർമ്മയുണ്ട് അത് ശരിക്കും പറഞ്ഞു. ശരിയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ നമ്മൾ മറന്നു പോകാറില്ല അല്ലെ. അപ്പൊ നമ്മള് കുട്ടികൾ പഠിക്കുന്ന കാര്യം അത് സമൂഹത്തിന് യൂസ്ഫുൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ചാപ്റ്ററിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ്, അതായത് കരുണ, ദയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. ഒരു കഥ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കഥ കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടി ആ കഥയിലെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നോക്കും അല്ലെ. അത് അപ്ലൈ ചെയ്യുന്നില്ലേ അപ്പൊ ആ കുട്ടി പഠിച്ച കാര്യങ്ങള്? ഉണ്ടോ ഇല്ലയോ? ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണ് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കെയറിങ് ഷെയറിങ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ടിഫിൻ എക്സാമ്പിൾ ഒരു സ്നാക്സ് കൊടുത്തു വിട്ടാൽ അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്തോ, അമ്മ ഇത് എക്സ്ട്രാ വയ്ക്കുകയാണ്, ഫ്രണ്ടിനും ഷെയർ ചെയ്യാം, അതൊരു കെയറിങ് കാണിക്കുന്ന രീതിയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം. ശരിയാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തില് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. ദാറ്റ് ഈസ് അഷ്വറിംഗ് പബ്ലിക് യൂസ്. ഓക്കെ, സ്കൂളും അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയില്ലേ. നമ്മൾ അനുഭവിച്ചത് ഒരിക്കലും മറക്കില്ല. ഇല്ല, അത് ശരിയാണ്. നമ്മൾ അനുഭവിച്ചൊരു കാര്യം നമ്മൾ പെട്ടെന്ന് മറക്കില്ല. നമ്മുടെ അനുഭവത്തിൽ വന്നാലാണ് നമുക്കത് കൊള്ളൂ അല്ലേ. അങ്ങനെയാണ്. മറ്റൊരാളുടെ വേദനയോ അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ അത് അവരുടെ കഥയല്ലേ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ കേട്ടിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലാണ് അത് കഥയല്ലാതായി മാറുന്നത് അല്ലെ. ഓക്കെ, അതാണ് വ്യത്യാസം. ക്ലിയർ അല്ലേ? പ്രൊഡക്ഷൻ ആൻഡ് അഷ്വറിംഗ് പബ്ലിക് യൂസ് ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. It refers to the receipt and disbursement of money. Disbursement എന്ന് പറയുന്നത് വിതരണമാണ് കേട്ടോ, സപ്ലൈ ആണ്. Of money invested in the activities of the organization. Educational administration is also concerned with the receiving and spending money required for the operation and activities of the educational machinery. It should record and measure the monetary and other resources invested in the educational enterprise and also evaluate the inputs and outputs. Okay, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സ്കൂളില് എന്താ പറയാ, ഒരു സ്ഥാപനം ശരിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് പണം ആവശ്യമാണ്. ഞാൻ മുമ്പും ഡിപ്ലോമയുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ ആളുകൾക്കും പണം വേണം. പണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് വ്യക്തികൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും മണി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ സ്ഥാപനം ശരിയായി പ്രവർത്തിക്കാൻ പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പണം പല രീതിയിൽ സ്വീകരിക്കാറുണ്ട്, റിസീവ് ചെയ്യാറുണ്ട്. അത് ഫീസുകളായിട്ടും ഫണ്ടുകളായിട്ടും റിസീവ് ചെയ്യുന്നു അല്ലെ. നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടില്ലേ പലതരത്തിലുള്ള ഫീസുകൾ അല്ലെ. ഓപ്പണിംഗ് ഫീസ് ഉണ്ട്, ട്യൂഷൻ ഫീസ് ഉണ്ട് അല്ലെ, കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ, ഓർമ്മയുണ്ടോ? അപ്പൊ കുറെ ഫീസുകൾ എന്ത് ചെയ്യാറുണ്ട്, കളക്ട് ചെയ്യാറുണ്ട് അല്ലെ, റിസീവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റിസീവ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാറുമുണ്ട് അല്ലെ. സ്കൂളിന് പല ആവശ്യങ്ങളുണ്ട്. ഓക്കെ, ഒരു പേപ്പർ മേടിക്കുന്നത് മുതൽ സ്കൂൾ വാനില് അല്ലെങ്കിൽ സ്കൂൾ ബസ്സില് പെട്രോൾ അടിക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിന്റെ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചെലവാക്കുക.
അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ രേഖപ്പെടുത്തുക. സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യാറുണ്ട്. ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റുകൾ കിട്ടാറുണ്ട് സ്കൂളുകളിൽ, അല്ലെ? ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? അത് കേന്ദ്രമായാലും സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഒരു വിഹിതം സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള പണം വരുന്നു, അത് ഇൻകം ആണ്, അത് ചെലവാക്കുന്നു, അത് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ് കേട്ടോ. അപ്പോ പണം ചിലവഴിക്കുന്നത്, പണം സ്വീകരിക്കുന്നത്, എന്തിനൊക്കെയാണ് പണം ചെലവാക്കുന്നത്, അത് എന്തൊക്കെയാണ് രേഖപ്പെടുത്തി വെക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ് മാം. നെക്സ്റ്റ് വൺ പേഴ്സണൽ ആണ് കേട്ടോ. Personal. It is the framing and operation of policies and procedures for recruitment of workers and maintenance of goodwill and personal relationship among them in order to ensure fullest interest, coordination, morale and devotion of all the persons working in the organization. This is especially important for the educational enterprise where the whole work is centered around the impact of one type of human being, the teachers, upon another type of human being, the students. The score of educational administration therefore spreads over the personal. ആരാണ് ഈ പേഴ്സണൽ എന്ന് പറയുന്നേ? സ്ഥാപനങ്ങളാവും. ഇൻഡിവിജ്വലിനെയാണോ? ആരാണ് പേഴ്സണല്? നമ്മളെന്നെ ജീവനക്കാരാണോ? ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. ജീവനക്കാരാണ് കേട്ടോ. അതായത് ടീച്ചേഴ്സും മറ്റ് സ്റ്റാഫുകളും, അല്ലെ? ആണോ? ടീച്ചേഴ്സ് മാത്രമാണ് ഒരു സ്കൂളിൽ ഉണ്ടാവുക, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ? നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ. യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളാണ് പേഴ്സണൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. ഒരു സ്കൂളിനെ സംബന്ധിച്ച് ടീച്ചേഴ്സും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവർക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെ? അതായത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ആണ്. ഈ മാനേജ്മെന്റിന് ചില ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒരു വെറുതെയാണോ വരുന്നത്? എങ്ങനെയാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? പേഴ്സണൽ നല്ല ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യണം, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം, ക്വാളിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. യെസ്. എങ്ങനെയാണ് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? ആദ്യം പടി എന്താ? ഇന്റർവ്യൂ. ആദ്യം നമ്മള് പരസ്യം കൊടുക്കും, അല്ലെ? ഇല്ലേ? അറിയിപ്പ് കൊടുക്കും. ഇന്ന ആളുകളെ ഇന്ന സ്ഥാപനത്തിലേക്ക് ഇന്ന ടീച്ചർമാരെ വേണമെന്ന് നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ കാണാറുണ്ട്, അല്ലെ? അപ്പൊ അത് കണ്ടിട്ടാണ് ചെയ്യുന്നത് ഇന്റർവ്യൂവിനായിട്ട്. ഇപ്പൊ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് ഇത്ര മണിക്ക് എത്തിച്ചേരാനായിട്ട് പറഞ്ഞിട്ടായിരിക്കും അതിനകത്ത് പരസ്യം ഉണ്ടാവുക. പിന്നെ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് വരാനൊക്കെ പറയും, അല്ലെ? ഓക്കെ. അങ്ങനെ അതുമായിട്ട് ഇന്റർവ്യൂവിന് ചെല്ലുന്നു. അപ്പൊ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഒരു പാനൽ ഉണ്ടാകും, അല്ലെ? 1-2 ആളുകളല്ല, കുറച്ച് പേര് ഇരുന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മുടെ എത്രമാത്രമാണ് നമ്മുടെ ഡെപ്ത്, എത്രമാത്രമാണ് നമ്മുടെ അറിവ് എത്രമാത്രമാണെന്നൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ അധികം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറുപടി പറയും. സർട്ടിഫിക്കറ്റും മറ്റുമൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു 10 പേര് വന്നു കഴിഞ്ഞാല് ആ 10 പേരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് ആര് തെരഞ്ഞെടുക്കുക? പാനല് തെരഞ്ഞെടുക്കുക, അല്ലെ? അങ്ങനെയല്ലേ? 10 പേര് വന്നു കഴിഞ്ഞാല് ഏറ്റവും ബെസ്റ്റ് ആർക്കാണോ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അവരെ ആയിരിക്കും തെരഞ്ഞെടുക്കുക. അപ്പൊ ജീവനക്കാരെ നിയമിക്കുന്നത് മുതല് അവരുടെ എന്താ പറയാ, അവരുമായിട്ട് നല്ല ബന്ധം അല്ലെങ്കിൽ നല്ല സഹകരണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിർത്തുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് മാനേജ്മെന്റിന്റെ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ജീവനക്കാരെ നിയമിക്കൽ, എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്
അവരുമായിട്ട് നല്ലൊരു കോർഡിനേഷനോട് കൂടി മുന്നോട്ട് പോകുന്നത്, അവർക്ക് നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് ഒരുക്കി കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ ജോലിക്ക് പോയെന്ന് വിചാരിക്കുക, നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ല ആ സ്കൂളിനുള്ളത്. ഒരു നല്ല രീതിയിലൊരു വർക്കിംഗ് കണ്ടീഷൻ അവർ ഒരുക്കി തരുന്നില്ല. നമ്മൾ അവിടെ ജോലി ചെയ്യോ? ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല. നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ എല്ലാം, നമ്മുടെ മെന്റലി ഫിസിക്കലി നമുക്ക് അവിടെ സ്റ്റേബിൾ ആവാൻ പറ്റും. യെസ്, നമ്മൾ എവിടെയാണോ അതായത് നമ്മൾ ഏത് സ്ഥലമാണെങ്കിലും നമ്മൾക്ക് അവിടെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. മറ്റ് പ്രഷറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ജോലിയാണ്, ജോലി ഉണ്ടാവും എന്തായാലും, അതിനെയാണല്ലോ ജോലി എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാനായിട്ട് ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ് ഒരുക്കി തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സുഖകരമായിട്ട് സന്തോഷത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അല്ലെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു എൻവയൺമെന്റ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് പേഴ്സണൽ. മനസ്സിലായോ? അപ്പൊ പേഴ്സണൽ എന്ന് പറയുന്നത് അവരാണ് ശരിക്കും പറഞ്ഞാല് കുട്ടികളെ ക്രിയേറ്റ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നത് ആരാ? അവിടെയുള്ള ടീച്ചേഴ്സും മറ്റ് സ്റ്റാഫുകളൊക്കെ കൂടിയാണ് അല്ലെ. ശരിയാണോ പറഞ്ഞത്? അല്ലെങ്കിൽ മാനേജ്മെന്റ് മാത്രമാണോ ജോലി ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ടീച്ചേഴ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികളെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കോർഡിനേഷൻ. എന്താണെന്ന് നോക്കാം കേട്ടോ. It is an important activity of educational administration. It ensures the close interrelation and integration of all the functional activities of the organization, such as personnel, finance, and production of desired result. Such integration has to be brought about not only of the framework of the organization, but also of the attitudes and efforts of the workers, so that all of them pull together in the direction of the desired goals and achieve them. Okay. എന്താണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത്? മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. യെസ്, കോർഡിനേറ്റ് ചെയ്യുക. അതായത് ഇത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് വരുന്നത്. അതായത് സ്കൂളിലെ എല്ലാ വിഭാഗങ്ങളും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, അത് ടീച്ചേഴ്സ് ഉണ്ട്, അതിനകത്ത് ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകള്, അതുപോലെ പഠന പ്രവർത്തനങ്ങള്, ലേണിംഗ് ആക്ടിവിറ്റി, ഇവ ഒന്നിച്ചു വരുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെല്ലാവരും തന്നെ ഒരേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ ടീച്ചേഴ്സ് ഉണ്ട്, വർക്കിംഗ് ആണ്. 14 ടീച്ചേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ PROമാരുണ്ട്, പിന്നെ മറ്റ് ടെലികോളേഴ്സ് ഉണ്ട്, പിന്നെ മാനേജ്മെന്റിന്റെ ഒരു ടീം ഉണ്ട്, പിന്നെ വേറെ മറ്റു പല സ്റ്റാഫുകളും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവരൊക്കെ കൂടി ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥാപനത്തെ വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും തമ്മിൽ എന്ത് ചെയ്യുന്നു? പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സ്കൂളായാലും ആ സ്കൂളില് ടീച്ചേഴ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ടാകാം, ലേണിംഗ് ആക്ടിവിറ്റി പഠന പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. കുറേയധികം കാര്യങ്ങൾ കൂടി ചേർന്ന് എല്ലാവരും ഒരൊറ്റ, അതായത് സ്റ്റുഡൻസിന്റെ മികച്ച ഔട്ട്പുട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു എന്താ പറയാ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റുഡന്റിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ, സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കൂടി. അപ്പോ ആ ഒരു രീതിയിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ. ഏതൊരു സ്ഥാപനമാണെങ്കിലും കോർഡിനേഷൻ ഉണ്ടാവും, സ്കൂളിൽ മാത്രമല്ല കേട്ടോ. ഒരു വീട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോർഡിനേഷൻ കാണാനായിട്ട് സാധിക്കും, പറ്റില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഷുവർ ആയിട്ടും കോർഡിനേഷൻ ഉണ്ടാകും. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ചിലപ്പോ അമ്മൂമ്മ ഉണ്ടാവാം, അച്ഛൻ ഉണ്ടാകാം, അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടാവാം അല്ലെ. ഇവർക്കൊക്കെ ഓരോ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പരസ്പരം ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെ. അതും നമുക്ക് കോർഡിനേഷൻ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓർഡേഡ് പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നും കൂടി അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ?
യെസ് ഓക്കെ. മാം. അപ്പൊ നമുക്ക് ഇനി സെമിനാറിലോട്ട് കടക്കാം. ആദ്യത്തെ ടോപ്പിക് സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ് ആണ് കേട്ടോ. ആർക്കായിരുന്നു തന്നിരുന്നത്? മാം എനിക്കാണോ? ശ്രുതി പ്രസന്റ് ma'am. ചെയ്തോളൂ. ഓക്കെ മാം, താങ്ക് യു. ഒരു മിനിറ്റ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എല്ലാവരും സെമിനാർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെമിനാർ കഴിഞ്ഞിട്ട് ശ്രുതിയോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ മാം. ഒരു സെക്കൻഡ് ശ്രുതി, ഞാനൊരു പേപ്പറും പേൻ എടുത്തിട്ട് വരട്ടെ കേട്ടോ, മറന്നുപോയി. ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും. എടാ, നമുക്ക് ക്ലാസ്, ഞാൻ കഴിഞ്ഞ വീക്കിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് പോർഷൻസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. ഫസ്റ്റത്തെ ക്ലാസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും പോർഷൻസ് തന്നിട്ടുണ്ടോ സെമിനാർ എടുക്കാനായിട്ട്? എല്ലാവർക്കും കിട്ടിയിട്ടില്ല, കുറച്ചു പേർക്ക് കൊടുത്തിട്ടുണ്ട്. ശ്രുതി, ഓക്കെ ഗൗലി, അങ്ങനെ കുറച്ചു പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് തന്നെയാണോ പോർഷൻസ് എല്ലാവർക്കും കൊടുക്കുന്നത്? അതെ അതെ, അശ്വതി മാം തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ആഴ്ചക്ക് വേറെ ബാക്കിയുള്ളവർക്ക് തരുമായിരിക്കും അല്ലെ? കുറച്ചായിട്ട് എല്ലാവരും ചെയ്യണം എന്നല്ലേ പറയുന്നത്? അതെ അതെ. ഓക്കെടാ, താങ്ക് യു. ശ്രുതി MT13 അല്ലേ? യെസ് മാം. ഓക്കെ, പ്രസന്റ് ചെയ്തു. Okay. Good afternoon, respected teacher and my dear friends. Today I am going to present a seminar on the topic scope of educational administration. Educational administration means the planning, organization, direction and control of all activities of an educational institution. It helps to achieve educational goals in a systematic and effective manner. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് സ്കൂൾ, കോളേജ് ഒക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിന് ഏഴ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഉണ്ട്. നൗ ലെറ്റ് us ഡിസ്കസ് them one by one. ലീഗൽ സ്ട്രക്ചർ. ഫസ്റ്റ് ആസ്പെക്ട് ആണ് ലീഗൽ സ്ട്രക്ചർ. ലീഗൽ സ്ട്രക്ചർ എന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം നടക്കാൻ വേണ്ടിയുള്ള ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ് എല്ലാം വിച്ച് അതോറിറ്റി കൺട്രോൾ ചെയ്യണം, ഹൂ ഹാസ് പവർ, ഹൂ ഹാസ് റെസ്പോൺസിബിലിറ്റി എല്ലാം ലോ വഴിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സെൻട്രലൈസ്ഡ് ഓർ ഡീസെൻട്രലൈസ്ഡ് ആക്കണോ എന്നതും ലീഗൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നു. സോ ലീഗൽ സ്ട്രക്ചർ ഗിവ്സ് ഡിസിപ്ലിൻ, ഓർഡർ ആൻഡ് അതോറിറ്റി ടു എഡ്യൂക്കേഷൻ സിസ്റ്റം. എക്സാമ്പിൾ RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷണൽ ആക്ട് ആണ്. Next, CBSE Kerala Educational Rules. The next, admission rules and examination rules framed by government. Pupils. Second aspect ആണ് pupils. അതായത് students. Students ആണ് center of education. Education process full സ്റ്റുഡൻസിന് വേണ്ടിയാണ്. So administration സ്റ്റുഡൻസിന്റെ നീഡ്സ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ് എല്ലാം കൺസിഡർ ചെയ്യണം. അഡ്മിഷൻ, പ്രൊമോഷൻ, ഡിസിപ്ലിൻ, എക്സാമിനേഷൻ, റൂൾസ് എല്ലാം പ്രോപ്പർലി ഫ്രെയിം ചെയ്യണം. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. എക്സാമ്പിൾ പറയണമെങ്കിൽ അഡ്മിഷൻ റൂൾസ് ഫോർ സ്റ്റുഡൻസ്, പ്രൊമോഷൻ ടു നെക്സ്റ്റ് ക്ലാസ് ബേസ്ഡ് ഓൺ എക്സാംസ്, ഡിസിപ്ലിൻ റൂൾസ് ലൈക്ക് യൂണിഫോം അറ്റൻഡൻസ്, സ്കോളർഷിപ്പ് സ്കീം ഫോർ പുവർ സ്റ്റുഡൻസ്. പേഴ്സണൽ. തേർഡ് ആസ്പെക്ട് ആണ് പേഴ്സണൽ, അതായത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്.
പേഴ്സണൽ എന്നത് ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേഷൻസ് എല്ലാമാണ്. ദേ ആർ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഗുഡ് ടീച്ചേഴ്സ് സെലക്ട് ചെയ്യണം, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം, ക്വാളിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. ഗുഡ് സാലറി, ജോബ് സെക്യൂരിറ്റി, വെൽഫെയർ ബെനിഫിറ്റ്സ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുത്താൽ ബെസ്റ്റ് ടാലന്റ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരും. ഓൾസോ ടീച്ചേഴ്സിന് ഇൻ സർവീസ് ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യണം. എക്സാമ്പിൾ, recruiting trained teachers, B.Ed, TTC holders, in service training programs, salary, PF, pension and leave benefits, teacher orientation programs. The next one, finance. Next aspect is finance. Finance includes income and expenditure of education system. Education de cost central government, state government, local bodies ellam share cheyanam. Fee, taxation policy, budgeting എല്ലാം പ്രോപ്പർലി പ്ലാൻ ചെയ്യണം. ഫണ്ട്സ് കറക്റ്റായി യൂസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. വിത്തൗട്ട് ഫിനാൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം സ്മൂത്തായി വർക്ക് ചെയ്യില്ല. എക്സാമ്പിൾ, ഗവൺമെന്റ് ഗ്രാൻഡ്സ് ടു സ്കൂൾ ഫീസ് കളക്ഷൻ, ബഡ്ജറ്റ് ഫോർ ലാബ് എക്യുപ്മെന്റ് ആൻഡ് ലൈബ്രറി, ഓഡിറ്റ് ഓഫ് സ്കൂൾ അക്കൗണ്ട്സ്, ഇതെല്ലാം ഇതിന്റെ കീഴിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ, കരിക്കുലം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഈസ് കരിക്കുലം. കരിക്കുലം എന്നത് എഡ്യൂക്കേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള മീൻസ് ആണ്. കരിക്കുലം പ്രിപ്പയർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എല്ലാം എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. സയൻസ്, ടെക്നോളജി, സോഷ്യൽ ചേഞ്ചസ് ഒക്കെ കൺസിഡർ ചെയ്ത് കരിക്കുലം കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്സ്, ടീച്ചിങ്, ലേണിംഗ് പ്രോസസ്, ഹെൽത്ത് സർവീസസ്, ഗൈഡൻസ്, കൗൺസിലിംഗ്, co-curricular activities എല്ലാം പ്രോപ്പർലി ഓർഗനൈസ് ചെയ്യണം. എക്സാമ്പിൾ, CBSE, SCERT syllabus, activity based learning, textbooks, worksheets, co-curricular activities like arts, sports clubs. Physical facilities, next one. Next aspect is physical facilities. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്കൂൾ ബിൽഡിംഗ്സ്, ക്ലാസ് റൂംസ്, ലബോറട്ടറീസ്, ലൈബ്രറി, ഫർണിച്ചർ, എക്യുപ്മെന്റ്സ്, സപ്ലൈസ് എല്ലാമാണ്. These facilities properly provide ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, അക്കൗണ്ട് ചെയ്യണം. ഗുഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ഉള്ളപ്പോൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇഫക്റ്റീവ് ആക്കും. എക്സാമ്പിൾ, ക്ലാസ് റൂംസ് വിത്ത് ഡെസ്ക് ആൻഡ് ബ്ലാക്ക് ബോർഡ്, സയൻസ് ലൈബ്രറി ആൻഡ് ലബോറട്ടറി, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ടോയ്ലറ്റ്സ്, പ്ലേ ഗ്രൗണ്ട് ആൻഡ് സ്പോർട്സ് എക്യുപ്മെന്റ്സ്. ലാസ്റ്റ് ആസ്പെക്ട് ആണ് പബ്ലിക് റിലേഷൻസ്. എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ എന്റർപ്രൈസ് ആണ്. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പാരന്റ്സ്, കമ്മ്യൂണിറ്റി എല്ലാവരും കോഓപ്പറേറ്റ് ചെയ്യണം. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പാരന്റ്സിനോടും കമ്മ്യൂണിറ്റിനോടും ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പോർട്ട്സ് ഇഷ്യൂ ചെയ്യുക, അച്ചീവ്മെന്റ്സ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് പബ്ലിക്കിന് അറിയിക്കുക. പബ്ലിക് റിലേഷന്റെ പാർട്ടാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്താൽ സ്കൂൾ ഡെവലപ്മെന്റ് ഫാസ്റ്റർ ആക്കും. എക്സാമ്പിൾ, Parent Teacher Association, PTA meeting, school annual day celebration, progress reports to parents, community service programs by students. Conclusion, educational administration plays a very important role in the smooth functioning of the educational system. Legal structure, pupils, personnel, finance, curriculum, physical facilities and public relations എല്ലാം together work ചെയ്യുമ്പോൾ education effective and successful ആകുന്നു. Proper administration helps in the overall development of students and institutions. Before ending my seminar, I would like to express my sincere thanks to my respected teacher for giving me this wonderful opportunity to present this topic. Thank you, teacher, for your valuable guidance, support and encouragement. I also thank all my dear friends for listening patiently and cooperating with me. Your attention and support made my seminar meaningful. Once again, thank you all. Thank you, ma'am. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രുതിയോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി? ഈസിയാണ് അല്ലേ? മാം, ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ഇംഗ്ലീഷിൽ ഒന്ന് പറയണമെന്ന് മാക്സിമം ഞാൻ ശ്രമിച്ചായിരുന്നു, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്, വാരി വിരിച്ചൊന്നും പറഞ്ഞില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം കവർ ചെയ്തു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് മാം.
അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇനി വേണ്ടല്ലോ? ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം, പറഞ്ഞു തരാട്ടോ ഞാൻ. വേണ്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ വായിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ റിവിഷൻ ക്ലാസ് ആകുമ്പോൾ നമുക്കത് ഹെൽപ്ഫുൾ ആകും, ഉപകാരപ്പെടും. റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സമയം കളയണ്ട, അടുത്ത സെമിനാറിലോട്ട് കിടക്കാം അല്ലെ? അടുത്തത് ആരായിരുന്നു? ലൗലി. ലൗലി. ലൗലി ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ് മാം, കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്തോട്ടെ മാം. ഞാൻ മാർക്ക് ഇടുന്നോണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. കുഴപ്പമില്ല, ഞാൻ ശരിയാവില്ല. ഇതിപ്പോ ഇതിനോടുള്ള ഭാഗമാണല്ലോ, അത് ചെയ്യണമല്ലോ എന്തായാലും. ഓക്കെ മാം, ഓക്കെ കേട്ടോ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടെ. ഞാൻ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ എഴുതിയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സിലാക്കിയാ മതി. ഓക്കെ മാം, ചെയ്തോട്ടെ. ചെയ്തോ. Good afternoon, ma'am, and good afternoon, everyone. Today, I would like to present a seminar about maintenance of discipline in school. The core philosophy, redefining discipline. In modern education, management discipline has shifted from a punitive model to a proactive model. Administrative responsibility. Ensuring that rules are transparent, equitable, and consistently applied across all levels of the institution. The goal: to foster self-discipline rather than enforced compliance. വിദ്യാഭ്യാസ മാനേജ്മെന്റിലെ ഫലപ്രദമായ അച്ചടക്കം എന്നത് കേവലം ശിക്ഷാ നടപടികളല്ല, മറിച്ച് പഠനത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഉറപ്പാക്കുന്ന നിയമങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും സാംസ്കാരിക മാനദണ്ഡങ്ങളുടെയും ഒരു ചട്ടക്കൂടാണ്. ഇത് സ്ഥാപനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം നടപടിയെടുക്കുന്ന രീതിയിൽ നിന്ന് പ്രശ്നങ്ങൾ വരാതെ മുൻകൂട്ടി നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു. നിയമങ്ങൾ സുതാര്യവും തുല്യവും സ്ഥാപനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ഥിരമായി പ്രയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. നിർബന്ധിത അനുസരണത്തിന് പകരം സ്വായത്ത അച്ചടക്കം വളർത്തുക. Key administrative pillars. To maintain discipline effectively, the administration must focus on 4 specific areas. A. Policy framework. A vague rule book is the enemy of discipline. Clarity. Policies must be written in plain language for students, staff, and parents. Adaptability. Rules should be renewed annually to address new challenges. Example, cyberbullying or AI ethics. Procedural. Discipline fails when it is perceived as unfair. Due process. Every individual has the right to be heard before a decision is made. Consistency. The red hot poker rule. The consequence should be immediate, consistent, and impersonal. തന്ത്രപരമായ ഭരണസ്തംഭങ്ങൾ. സ്ഥാപനത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കുവാൻ അച്ചടക്ക പരിപാലനത്തിൽ 4 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിയമപരവും നയപരവുമായ ചട്ടക്കൂട്. പെരുമാറ്റച്ചട്ടം. വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന രേഖ. നിയമപരമായ പൊരുത്തം. എല്ലാ അച്ചടക്ക നടപടികളും രാജ്യത്തെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും അനുസൃതമാണെന്ന് ഉറപ്പാക്കണം. സുതാര്യത. നിയമങ്ങൾ എല്ലാവർക്കും പ്രാപ്യമായിരിക്കണം. നടപടിക്രമങ്ങളിലെ നീതിയും തുല്യതയും. സ്ഥിരത. ശിക്ഷാ നടപടികൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ മാനസികാവസ്ഥയ്ക്കോ അനുസരിച്ചാകരുത്, എല്ലാവർക്കും ഒരേപോലെ നടപ്പിലാക്കണം. Preventative management. The best discipline issues are the ones that never happen. Facility management. Proper lighting, supervised corridors, and clear linkage reduce opportunities for misconduct. Resource allocation. Investing in counselors and restorative justice programs rather than just security. The management flow of disciplinary actions. When an infraction occurs, the administrative response should follow a logical progression
to ensure legal and ethical safety. അപ്പീൽ നൽകാനുള്ള അവസരം. ഒരു അച്ചടക്ക നടപടിയിൽ പരാതിയുള്ളവർക്ക് അത് അധികാരികളെ ബോധിപ്പിക്കുവാൻ കൃത്യമായ വഴി ഉണ്ടായിരിക്കണം. ഇത് സ്ഥാപനത്തിലുള്ള വർദ്ധിപ്പിക്കുന്നു. അച്ചടക്കത്തിന്റെ പ്രവർത്തനപരമായ മാനേജ്മെന്റ് മേഖല, അധ്യാപകർക്കുള്ള പരിശീലനം, ഭരണപരമായ നടപടി, ക്ലാസ് റൂം മാനേജ്മെന്റിൽ പ്രൊഫഷണൽ ട്രെയിനിങ് നൽകുക. പരിസ്ഥിതി രൂപകൽപ്പന, സ്കൂളിലെ വിജനമായ ഇടങ്ങൾ, ഇടനാഴികൾ എന്നിവ നിരീക്ഷിക്കുക. വിവരശേഖരണം, നിയമലംഘനങ്ങളുടെ ആവൃത്തിയും തരവും നിരീക്ഷിക്കുക. കോമൺ ചലഞ്ചസ് സൊല്യൂഷൻസ്. Inconsistency among staff. Some teachers are strict while others are laxed. Solution: regular professional development and standardized reporting templates. Parental pushback. Solution: preemptive communication. Ensure parents sign the code of conduct at the start of the year. Legal complaints. Solution: ensure all actions align with local education laws and human rights standards to avoid litigation. പൊതുവായ വെല്ലുവിളികളും പരിഹാരങ്ങളും. ജീവനക്കാർക്കിടയിലെ പൊരുത്തക്കേട് ചില അധ്യാപകർ കർശനക്കാരും മറ്റുള്ളവർ വിശ്രമിക്കുന്നവരുമാണ്. രക്ഷാകർതൃ എതിർപ്പ്. പരിഹാരം: മുൻകൂട്ടിയുള്ള ആശയവിനിമയം വർഷാരംഭത്തിൽ രക്ഷിതാക്കൾ പെരുമാറ്റച്ചട്ടത്തിൽ ഒപ്പിട്ടു എന്ന് ഉറപ്പാക്കുക. നിയമപരമായ പാലിക്കൽ. പരിഹാരം: നിയമപരമായ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ എല്ലാ പ്രവർത്തനങ്ങളും പ്രാദേശിക വിദ്യാഭ്യാസ നിയമങ്ങളുമായും മനുഷ്യാവകാശ മാനദണ്ഡങ്ങളുമായും യോജിപ്പിക്കുക. ആധുനിക ഇടപെടൽ രീതികൾ. റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. വെറും സസ്പെൻഷനുകൾക്ക് പകരം തെറ്റ് ചെയ്ത വ്യക്തിക്ക് അത് തിരുത്തുവാനും സമൂഹവുമായുള്ള ബന്ധം വീണ്ടെടുക്കുവാനും അവസരം നൽകുക. പോസിറ്റീവ് ബിഹേവിയറൽ. നെഗറ്റീവ് കാര്യങ്ങളെ ശിക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല പെരുമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. Summary for the semester. Phase: identification, administrative action, reporting the incident with objective evidence. Investigation, gathering facts without bias, interviewing witnesses. Intervention, applying the consequence mapped out in the handbook. Follow-up, monitoring the individual for improvement or recidivism. തിരിച്ചറിയൽ, ലക്ഷ്യബോധമുള്ള തെളിവുകളുടെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അന്വേഷണം, പക്ഷപാതമില്ലാതെ വസ്തുതകൾ ശേഖരിക്കുന്നു, സാക്ഷികളെ അഭിമുഖം ചെയ്യുന്നു. ഇടപെടൽ, ഹാൻഡ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനന്തരഫലം പ്രയോഗിക്കുന്നു. തുടർ നടപടി, പുരോഗതിക്കോ ആവർത്തനത്തിനോ വേണ്ടി വ്യക്തിയെ നിരീക്ഷിക്കുന്നു. Then, summary for the seminar closing. Maintaining discipline is an active process, not a reactive one. It requires a balance between firm boundaries and an empathetic understanding of the student or staff experience. Good discipline is a series of small, consistent wins that build a culture of the mutual respect. സെമിനാർ സമാപനത്തിലുള്ള സംഗ്രഹം. അച്ചടക്കം പാലിക്കുന്നത് ഒരു സജീവ പ്രക്രിയയാണ്, അല്ലാതെ പ്രതികരണമല്ല. ദൃഢമായ അതിരുകൾക്കും വിദ്യാർത്ഥി ജീവനക്കാരുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള സഹാനുഭൂതിയോടെയുള്ള ധാരണയ്ക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥ ഇതിന് ആവശ്യമാണ്. നല്ല അച്ചടക്കം എന്നത് പരസ്പര ബഹുമാനത്തിന്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്ന ചെറുതും സ്ഥിരവുമായ വിജയങ്ങളുടെ ഒരു പരമ്പരയാണ്. താങ്ക് യു ഫോർ ദ ലിസണിങ്. താങ്ക് യു മാം. താങ്ക് യു ഫോർ എവരിവൺ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നന്നായിരുന്നു കേട്ടോ ലവ്ലി. താങ്ക് യു മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും. ഗ്രീഷ്മ MT9 സ്റ്റുഡന്റ് അല്ലേ? MT9 ആയിരുന്നില്ലേ? PG ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ? ഇല്ല, PG ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചേർന്നപ്പം നമ്മുടെ ബാച്ചിന്റെയും കഴിഞ്ഞു പോയി, 10th കഴിഞ്ഞു പോയി. അപ്പൊ പിന്നെ എന്നെ 12th അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ 2 ഗ്രീഷ്മ ഉണ്ടായിരുന്നു MT9? ഇല്ല, ഞാൻ തന്നെയാണ്. മറന്നിട്ടില്ല മാം. താങ്ക് യു. അപ്പോ ഇനി നമുക്ക് അടുത്തത് ഏതായിരുന്നു ടോപ്പിക്? ഞാനാണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. മോഡേൺ കോൺസെപ്റ്റ് ഡിസിപ്ലിൻ. എത്ര സമയം ഉണ്ടാവോ അതിന്? അധികം നേരം ഉണ്ടാവോ?
അധികം നേരം ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ചെയ്തോട്ടെ. ചെയ്തോ. 13-ലല്ലേ ആതിര? അതെ അതെ. Good afternoon, ma'am, and good afternoon, everyone. Today, I am discussing about the topic modern concept of discipline. First of all, what is discipline? Discipline means doing the right thing by ourselves, being kind, calm, and responsible. ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൈൻഡ് ആയിട്ടും വളരെ ഉത്തരവാദിത്തോടും കൂടി കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് പറയുകയാണെങ്കിൽ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. ദാറ്റ് ഇസ് അവർ ടോപ്പിക്, മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. According to modern education, thinking the meaning of discipline is taking widespread form. Today, where the objectives of education has been understood to develop qualities of successful citizenship and sociability in children. അതായത് മോഡേൺ എഡ്യൂക്കേഷൻ അനുസരിച്ച് അച്ചടക്കം എന്നതിനെ വളരെ വിശാലമായിട്ടാണ് കരുതുന്നത്. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ വിജയകരമായിട്ടുള്ള ഒരു സിറ്റിസൺഷിപ്പ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഗുണങ്ങൾ അവരിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. At the same time, school discipline is mean intramural and external discipline which should develop physical, mental, social and ethical values. അതേസമയം സ്കൂളിൽ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അച്ചടക്കത്തെയാണ്. അതായത് കുട്ടികളിൽ ശാരീരികവും മാനസികവും സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള മൂല്യങ്ങളെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. In modern concept of discipline means children learn to control themselves, respect others and make good choices. Modern concept of discipline കുട്ടികളിൽ സ്വയമായിട്ട് ചെയ്യുകയും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുകയും നല്ല ചോയ്സുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിസിപ്ലിൻ എന്നത് നമ്മൾ സ്വയം ഒരു കുട്ടിയിൽ നമ്മൾ പണിഷ്മെന്റിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, അത് കുട്ടിയിൽ സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. ഡിസിപ്ലിൻ എന്നതിനെ കുറിച്ച് പറയുമ്പോൾ മോണ്ടിസോറിയെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മോണ്ടിസോറിയുടെ വ്യൂ ഓഫ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഗ്രോത്ത് ത്രൂ ഫ്രീഡം, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രാക്ടീസ്. മോണ്ടിസോറി പറയുന്നത് ഡിസിപ്ലിൻ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? ഫ്രീഡത്തിലൂടെയും റെസ്പോൺസിബിലിറ്റിയിലൂടെയും പ്രാക്ടീസിലൂടെയാണ് ഫ്രീഡം കുട്ടികൾ വളർത്തിയെടുക്കേണ്ടത്. അല്ലാതെ കുട്ടികളെ നമ്മൾ ടീസ് ചെയ്തത് കൊണ്ടോ അവരെ സ്കോൾഡ് ചെയ്തത് കൊണ്ടോ വഴക്ക് പറഞ്ഞുകൊണ്ടോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്തത് കൊണ്ടല്ല ഡിസിപ്ലിൻ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നത്. മറിച്ച് നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്യുക, അത് റൊട്ടീൻ ചെയ്യുക, കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ദാറ്റ് ഈസ് മോണ്ടിസോറി വ്യൂ ഓഫ് ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. ഫസ്റ്റ് വണ്ണാണ് സെൽഫ് ഡിസിപ്ലിൻ. മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ കൊണ്ട് നമുക്ക് കുട്ടികൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് വണ്ണാണ് സെൽഫ് ഡിസിപ്ലിൻ. ദാറ്റ് ഈസ് കൺട്രോൾ വൺ സെൽഫ്. അവനവനെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സെക്കൻഡ് വണ്ണാണ് സോഷ്യൽ ഡിസിപ്ലിൻ. ലിവിങ് പീസ്ഫുൾ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുടെ കൂടെ സമാധാനപരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാനായിട്ട് സാധിക്കുന്നു. തേർഡ് വണ്ണാണ് മോറൽ വാല്യൂസ്. ഹോണസ്റ്റി, കൈൻഡ്നെസ്, റെസ്പെക്ട്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും കൈൻഡ്നെസ് ആയിട്ട് പെരുമാറാനും ഹോണസ്റ്റ് ആയിട്ട് പെരുമാറാനായിട്ടും കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് മോറൽ വാല്യൂസ്. നെക്സ്റ്റ് വൺ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് കോഓപ്പറേഷൻ. എക്സ്പീരിയൻസിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും പഠിക്കുക. ലാസ്റ്റ് വൺ ആണ് പ്രിപ്പയറിംഗ് ചിൽഡ്രൻ ബിക്കം എ ഗുഡ് സിറ്റിസൺ. കുട്ടികളെ നല്ലൊരു പൗരനാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക. ഇതൊക്കെയാണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇനി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരികയാണെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നത് ചൈൽഡ് ചൂസ് വർക്ക് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. നമുക്കറിയാം മോണ്ടിസോറിയിൽ കുട്ടികൾ തന്നെയാണ് കുട്ടികൾക്ക് ചെയ്യാനുള്ള വർക്ക് തിരഞ്ഞെടുക്കുന്നതും അത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതും. അങ്ങനെയാണ് അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നത്. സെക്കൻഡ് വൺ ആണ് സോഷ്യൽ ഡിസിപ്ലിൻ. അത് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത് വെയിറ്റിംഗ് ടേൺ, ഷെയറിംഗ് മെറ്റീരിയൽസ്. അവനവന്റെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നതിലൂടെ. ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വർക്ക് ആ കുട്ടി ചെയ്ത് തീരണ വരെ പേഷ്യൻ്റ് ആയിട്ട് നിന്ന് വെയിറ്റ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് കുട്ടികളുടെ. അങ്ങനെയാണ് മോണ്ടിസോറി ടേംസിൽ
സോഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവുന്നത്. ദെൻ മോറൽ ട്രെയിനിങ്, സേയിങ് സോറി, ഹെൽപ്പിംഗ് ഫ്രണ്ട്സ്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ കുട്ടികളോട് സോറി ചോദിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക, അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, വീക്കായിട്ടുള്ളൊരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയാണ് മോറൽ ട്രെയിനിങ്ങും മോണ്ടിസോറിയിലൂടെ കൊടുക്കുന്നത്. ദെൻ റെസ്പോൺസിബിലിറ്റി, ക്ലീനിങ് അപ്പ് ആഫ്റ്റർ വർക്കിംഗ്. എന്തൊരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ആയിട്ട് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ്സ് ക്ലീൻ ആയിട്ട് ഇടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി. ദെൻ കോഓപ്പറേഷൻ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഗ്രൂപ്പായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ മറ്റു കുട്ടികളെ സഹായിക്കുകയും അവരോട് കോഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കാണിക്കുന്ന മെന്റാലിറ്റി, ദാറ്റ് ഈസ് കോഓപ്പറേഷൻ. ഇനി ഓൾഡ് കോൺസെപ്റ്റ് വെച്ചും മോഡേൺ കോൺസെപ്റ്റ് വെച്ചും ഡിസിപ്ലിന് വ്യത്യാസമുണ്ട്. ഓൾഡ് കോൺസെപ്റ്റില് ഡിസിപ്ലിൻ വളർത്തിയെടുക്കുന്നത് ഫിയർ ബേസ്ഡ് ആയിരുന്നു, പേടിപ്പിച്ചായിരുന്നു കുട്ടികളിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയിടുന്നത്. പക്ഷേ മോഡേൺ കോൺസെപ്റ്റിൽ അത് സെൽഫ് കൺട്രോൾ ബേസ്ഡ് ആണ്. കുട്ടികൾ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്തിട്ടാണ് ഡിസിപ്ലിൻ എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. പിന്നെ പണിഷ്മെന്റിലൂടെയാണ് കുട്ടികൾക്ക് ഡിസിപ്ലിൻ മനസ്സിലാക്കി കൊടുക്കുന്നത്. പണിഷ് ചെയ്തിട്ടാണ് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ മോഡേൺ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഗൈഡൻസിലൂടെയാണ്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ടാണ് ഡിസിപ്ലിൻ അവരിൽ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ടീച്ചർ കൺട്രോളിലായിരുന്നു ഓൾഡ് കോൺസെപ്റ്റിൽ ഡിസിപ്ലിൻ വരുന്നത്. പക്ഷേ മോഡേൺ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ചിൽഡ്രൻസ് ആണ് കൺട്രോൾ പഠിച്ചെടുക്കുന്നത്. കുട്ടികൾ തന്നെയാണ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് കുട്ടികൾ തന്നെയാണ് പഠിക്കുന്നത്. ദെൻ ഒബീഡിയൻസ് മാത്രമേ ഓൾഡ് കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അനുസരിക്കുക എന്നത് മാത്രമായിരുന്നു ഓൾഡ് കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്ന ഡിസിപ്ലിന്. പക്ഷേ മോഡേൺ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കുകയും റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുകയും ചെയ്യുന്നു. അതാണ് മോഡേൺ കോൺസെപ്റ്റിൽ വരുന്ന ഡിസിപ്ലിൻസിന്റെ വ്യത്യാസം. ഇനി എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള ജോൺ ഡിവേ മോഡേൺ ഡിസിപ്ലിനെ കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ജോൺ ഡിവേ, ഡിസിപ്ലിൻ ഗ്രോസ് വെൻ വി വർക്ക് ടുഗെദർ ആൻഡ് ലേൺ ബൈ ഡൂയിങ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെയും ചെയ്ത് പഠിക്കുന്നതിലൂടെയാണ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിവേ ബിലീവ്സ് ചിൽഡ്രൻസ് ലേൺ ഡിസിപ്ലിൻ ത്രൂ റിയൽ ആക്ടിവിറ്റീസ്, ടീം വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി. റിയൽ ആക്ടിവിറ്റിയിലൂടെയും ടീം വർക്കിലൂടെയും ഉത്തരവാദിത്തോടും കൂടിയാണ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നതെന്ന് പറയാം. നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് നമുക്ക് നോക്കിയാൽ റിയൽ ലൈഫായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. അങ്ങനെ റിയൽ ലൈഫിലൂടെ കുട്ടികൾക്ക് റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. അതാണ് ഡിവയും പറയുന്നത്, റിയൽ ലൈഫ് ആക്ടിവിറ്റിയിലൂടെയും ടീം വർക്കിലൂടെയും റെസ്പോൺസിബിലിറ്റിയിലൂടെയാണ് അച്ചടക്കം ഉണ്ടാവുന്നത്. According to John Dewey, discipline develops through social life experience, cooperation and self-control. സോഷ്യൽ ലൈഫിലൂടെയും എക്സ്പീരിയൻസിലൂടെയും സെൽഫ് കൺട്രോളിലൂടെയും ഡിസിപ്ലിൻ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. School is a mini society. School should not just be a place where you sit and memorize facts. Instead, it should be a social institution where students live and work together. By interacting with others, students learn how to behave in a way that helps the whole group, not just themselves. സ്കൂൾ ഒരു മിനി സൊസൈറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. സ്കൂളിൽ പോയി ഇരിക്കുക, അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കുക, പരീക്ഷയ്ക്ക് എഴുതുക, ദാറ്റ്സ് നോട്ട്. സ്കൂളിൽ ചെല്ലുക, കുട്ടികളുമായിട്ട് മറ്റു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുക, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. സ്കൂൾ ഒരു മിനി സൊസൈറ്റി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കുട്ടികളിൽ ഡിസിപ്ലിൻ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. Discipline comes naturally when students are busy with meaningful activities. When students work on project or co-curricular activities, they develop self-discipline because they want to achieve a result. ഡിസിപ്ലിൻ നാച്ചുറലി വരുന്നതാണ്, ആരും നിർബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല ഡിസിപ്ലിൻ. അത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെയും മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെയും co-curricular ആക്ടിവിറ്റീസിലൂടെയും കുട്ടികൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. The ultimate purpose of this kind of discipline is to prepare a student for life in a democratic society. It aims to help students gain knowledge and strengthen good habit. മെയിൻ ആയിട്ടുള്ള മോഡേൺ ഡിസിപ്ലിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് കുട്ടികളെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. Then summary. Modern discipline is about teaching kids to manage themselves and work well with others so they can grow into helpful, responsible adult. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള അഡൾട്ട് ആക്കി കുട്ടികളെ മാറ്റിയെടുക്കാൻ പഠിപ്പിക്കുകയാണ്
മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിനോട് ഉദ്ദേശിക്കുന്നത്. And then before ending my seminar, thank you Ashadi ma'am for giving me the wonderful opportunity, and also I would like to thank you my dear friends for listening patiently. Once again, thank you everyone. Okay, thank you. Very good. Okay. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അസീന, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ മതിയോ സെമിനാർ? മതി മാം. കുഴപ്പമില്ലല്ലോ? ഇല്ല കുഴപ്പമില്ല. സമയം കഴിഞ്ഞു കേട്ടോ, അതാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഞാൻ ഒരു ടോപ്പിക് കൂടി തരാം ഒരാൾക്ക്. ആരാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അസീനയുടെ ഡിസിപ്ലിൻ സ്കൂൾ ആയിരുന്നില്ലേ? അതെ മാം. ഒരു ടോപ്പിക് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ഇൻട്രൊഡക്ഷൻ മാത്രം മതി കേട്ടോ. ഹെഡ് മാസ്റ്ററിന് തൊട്ട് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ മാത്രം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ആരാ ചെയ്യാ? വേഗം പറയൂ കേട്ടോ. ഞാൻ ചെയ്യും. ആരാണ്? സിന്ധു? വനജ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരൂ കേട്ടോ. ഓക്കെ, അപ്പൊ അസീനയും വനജയും പ്രിപ്പയർ ചെയ്യാം. നമ്മൾ സെമിനാർ കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ മാം. ഒരു പാരഗ്രാഫ് അല്ലേ മിസ് ഉള്ളൂ? ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ മാത്രം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ പാരഗ്രാഫ് മാത്രം. ഓക്കെ, താങ്ക് യു. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you ma'am.